നമസ്കാരം. നോറ കുട്ടിപ്പട്ടർമാരുടെ ഈ രാജകീയ സദസ്സ് രാജകീയ പ്രൗഢിയോടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. സോ വി വെൽക്കം യു ടു നോറ കുട്ടി. പറഞ്ഞോട്ടെ, എന്താ ഞാനൊരു ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് ഈ രാജസദസ്സിലിരിക്കുന്ന ഈ സംഗീതജ്ഞന്മാർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്. ശുദ്ധമായ സംഗീതം കൃത്യമായ അളവിൽ, കൃത്യമായ അർത്ഥത്തിൽ, കൃത്യമായ സ്ഥലത്ത് കൃത്യമായി പതിപ്പിച്ചാൽ, അത് പ്രത്യേകിച്ച് നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് പതിപ്പിച്ചാൽ, നമ്മൾ വിശ്വസിക്കുന്ന ആ ഈശ്വരൻ, അള്ളാഹ് അല്ലെങ്കിൽ ആ ഏത് ശക്തിയാണോ അതിനെ നാം കാണും. കുട്ടിപ്പട്ടറുമാലിൻ്റെ ഒരുപാട് വേദികളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊച്ചുമക്കൾ പാടുമ്പോൾ പലപ്പോഴും ഈശ്വരനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൽ വളരെയധികം സുഖം. കാരണം ഇവരൊക്കെ ഇപ്പം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഷമീറും റഷീദും മാഷും ഹാരിസും സിദ്ദിഖും നമ്മുടെ മക്കളെല്ലാം ഇദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരു മൂഡിലായിരുന്നു. പലപ്പോഴും നമുക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആ ഒരു മൂഡിൽ തന്നെയാണ്. അല്ലേക്ക സുജൂദ് 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 ചെയ്ത് നോക്ക് സുൽത്താനിയത്തിലേക്ക്. സുജൂദ് ചെയ്ത് നോക്ക് സുൽത്താനിയത്തിലേക്ക്. ആ സുജൂദ് ചെയ്ത് നോക്ക് സുൽത്താനിയത്തിലേക്ക്, സുൽത്താനിയത്തിലേക്ക്, സുൽത്താനിയത്തിലേക്ക്. നിറഞ്ഞ മനസ്സായിട്ടായിരിക്കും നിങ്ങളെല്ലാവരും. സോ വി വെൽക്കം യു ടു നോറ കുട്ടി കുട്ടി കുട്ടിപ്പട്ടർമാൽ, celebrated by Chiking, presented by Apollo Gold and powered by Thampas Electronics. അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയ ഗായകരും പറഞ്ഞ പോലെ സംഗീതത്തെ എപ്പോഴും ഒരു പ്രാർത്ഥനയായി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ആദ്യമായി റഹനത്ത, ഫിറോസിക്ക, സജ്ല. ഒപ്പം ആ പ്രാർത്ഥനയിൽ എപ്പോഴും ഒരു വലിയ പങ്ക് വഹിക്കുന്ന നമ്മുടെ ഓർക്കസ്ട്ര. ഏതായാലും ഇന്ന് നമുക്ക് ആദ്യത്തെ പ്രാർത്ഥനയിലേക്ക് കടക്കാം, ആദ്യത്തെ സംഗീതത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഖവാലി സോങ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഖവാലിയുമായി എത്തുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് പുണ്യ. വെൽക്കം ബാക്ക് അഗൈൻ. പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചെത്തിയിരിക്കുകയാണ് അല്ലേ, നല്ലൊരു ഖവാലി പാടിത്തരാനായിട്ട്. അപ്പോൾ ഏത് ഖവാലി എന്ന് പാടാൻ പോണേ? ഓക്കെ. ആൻഡ് ഇത് ആര് പഠിപ്പിച്ചെന്ന സോങ് ആകുമ്പോളൂ? എനിക്ക് നൗഷാദ് സാർ. അതെ അല്ലേ, അപ്പം നല്ലപോലെ ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ പാടും. ഓക്കെ, എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. മാലിക്കുൽ മുൽക്ക് ലാ ശരീക ലഹു വഹ്ദഹു ലാ ഇലാഹ ഇല്ലാഹു വഹ്ദഹു ലാ शम्स तवरे गर हुदा दलवल
खुशबू ला इलाहा इल्लाहू तेरे ही नाम से, तेरे ही नाम से हर इब्तिदा तेरे ही नाम तक हर इम्तिदा है। तेरी हम तू सना अल्हम्दुलिल्लाह कि तू मेरे मोहम्मद का खुदा है। अल्लाहु हो अल्लाहु 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 അല്ലാഹു 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 നീയല്ലോ ജീവനും നീയല്ലോ സത്യവും, നീയല്ലോ ജീവനും നീയല്ലോ സത്യവും, നീയല്ലോ ജീവനും നീയല്ലോ സത്യവും, നീയല്ലോ ജീവനും നീയല്ലോ സത്യവും, നീയില്ലാതില്ല ഈ പാരിലാരാധന, നീയില്ലാതില്ല ഈ പാരിലാരാധ്യന. പുണ്യം ചൊരിഞ്ഞിടുന്നു പുണ്യം ചൊരിഞ്ഞിടുന്നു പുണ്യം ചൊരിഞ്ഞിടുന്നു പുണ്യം ചൊരിഞ്ഞിടുന്നു എന്നും നീ ഞങ്ങൾക്കായി. അല്ലാഹു 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 जब न थी ये जहाँ जब न था, ये सभी जब न थी ये जहाँ जब न था, चांद सूरज न थे आसमां जब न था, चांद सूरज न दे आसमां जब न था, रासे हक भी किसी पर आया जब न था, रासे हक भी किसी पर आया जब न था, वो जब न था कुछ यहाँ, 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 थाम कर तू ही तू। अल्लाहु 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 अल्लाहु
ni sa 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 ga re ga ni sa ga re ga re ga re ga re ga re ga ni sa 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 ga re ga ni sa ga re ga re ga re ga sari sa ga ga re ga re ma ma ga ga pa pa ma pa da da pa da ni ni da da sa 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 sari sa ga ga re ga re ma ma ga ga pa pa ma pa da da pa da ni ni da da sa 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 da da sa 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 da da 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 sa 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 कब ना था कुछ यहाँ जब ना था कुछ यहाँ जब ना था कुछ यहाँ जब ना था कुछ यहाँ था मगर तू ही तू अल्लाहू 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 ഇഹലോകത്തിലും പരലോകത്തിലും ലോകത്തിലും പരലോകത്തിലും സൃഷ്ടവാഴിയല്ലാതാരുമില്ലല്ലാഹു സൃഷ്ടമായി നീയല്ലാതാരുമില്ലല്ലാഹു ജലം മണ്ണും മനുഷ്യനും നാഥൻ നീയേ ജലം മണ്ണും മനുഷ്യനും നാഥൻ നീയേ എല്ലാം കാണുന്നവൻ എല്ലാം കാണുന്നവൻ എല്ലാം അറിയുന്നവൻ എല്ലാം അറിയുന്നവൻ ഏകൻ നീ അല്ലാഹു 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 സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നമ്മുടെ പുണ്യയുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് വെരി പ്രൗഡ്. നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ ബഷീർക്ക് പറയുന്നത്, അതായത് സംഗീതം കൃത്യ അളവിലും തൂക്കത്തിലും വന്നാൽ അതുമെല്ലാമായി ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളത്. ഏതായാലും പുണ്യ, ഈ ഒരു നിമിഷത്തിൽ
വെരി പ്രൗഡ്. കാരണം കുട്ടിപ്പട്ടുറുമാൽ എന്നുള്ള ഈ ഒരു പേര് മാറ്റിയിട്ട് അത്ര വരെ, അതായത് ഒരു കുഞ്ഞു കുട്ടിയാണ് പാടിയത് നമ്മുടെ പുണ്യ. ആൻഡ് കുറച്ച് ബാക്കിലേക്ക് ഒന്ന് പോയി നമ്മുടെ ആൻഡ്രിയ ചേച്ചി ഇതേ സോങ് ഈ ഒരു വേദിയിൽ പാടിയിട്ടുണ്ടല്ലേ. മോളു ഒരു വലിയ ചാലഞ്ച് ആയിരുന്നു, നല്ലപോലെ പാടി. ഇതെല്ലാം ഡയറക്റ്റ് നമുക്ക് ജഡ്ജസിലേക്ക് പോവാം. അവരെല്ലാവരും ഒരു സ്റ്റാൻഡിങ് അവേഷനായിരുന്നു മോൾക്ക് തന്നത്. അതിൽ കൂടുതൽ ഇനി ഒന്നും കിട്ടാനില്ല അല്ലേ. അപ്പോൾ ആദ്യം ഫിറോസിക്ക. എനിക്ക് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നറിയില്ല. ഞാൻ എലിമിനേഷനൊക്കെ നടക്കുന്ന സമയത്താണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് വാക്കുകൾക്ക് മുട്ടുക എന്ന് പറയാറുണ്ട്. അവിടെ ഞാൻ മുട്ടിപ്പോകാറുണ്ട് വാക്കുകൾക്ക്. ഇപ്പം സത്യത്തിൽ ഞാൻ പ്രേക്ഷകരോടൊന്ന് പറയട്ടെ, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇത് മാതൃകയാക്കാം. കുട്ടി പട്ടുറുമാലാണ്, വലിയ പട്ടുറുമാലല്ല, കുട്ടികളുടെ പട്ടുറുമാൽ. ഇവരെ മാതൃകയാക്കിയാൽ മതി ഏറ്റവും വലിയ പാട്ടുകാരായി മാറാൻ. ഇവർ പാടിയ പാട്ടുകൾ, ഇവർ പാടിത്തന്ന, ഈ മക്കൾ പാടിത്തന്ന പാട്ടുകൾ, ഇവരെടുത്ത റൗണ്ടുകൾ, ഇവർ പ്രയോഗിച്ച തലങ്ങൾ, രാഗങ്ങൾ, താളങ്ങൾ, അതെല്ലാം പ്രയോഗിച്ചാൽ മാപ്പിളപ്പാട്ടിലെ ഏറ്റവും മികച്ച പാട്ടുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് കുട്ടി പട്ടുറുമാൽ തെളിയിച്ചു കഴിഞ്ഞു. സാധ്യമായി പാടും. വേറൊന്നും എനിക്കിതിനെക്കുറിച്ച് പറയാനില്ല. മോളുടെ ഡ്രസ്സിങ്, ഇരുത്തം, പാടുന്ന ശൈലി, പിന്നെ ഞാൻ പ്രത്യേകം മോള് ഹിന്ദുസ്ഥാനിക്കാർ പറയുന്ന പോലെ തന്നെ സരേഗമ എന്നൊക്കെ പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തി. പാടി വരുമ്പോൾ നമ്മുടെ കുട്ടികൾ സരിഗമ എന്നാണ് പറയുക അല്ലേ. നമ്മുടെ കർണാട്ടിക്കാണ് നമ്മുടെ ബേസ് പലപ്പോഴും. അത് രേ ഉച്ചരിക്കുന്നത് എവിടെയാ? ഹിന്ദുസ്ഥാനിയിലാണ്. അവരങ്ങനെ പഠിപ്പിക്കുക, സരേഗ അങ്ങനെ പാടുക അല്ലേ. പ്ലേസ്മെൻ്റാണ് പ്രധാനം, ബൃഗയല്ല പ്രധാനം. ആ പ്ലേസ്മെൻ്റൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ ഉച്ചരിച്ച് കളഞ്ഞു അതിൻ്റെ ഇടയിലൊക്കെ. ഭയങ്കരമായിട്ട് സാധ്യത. താങ്ക് യു ഫിറോസ്ക, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ചോദിക്കാം റഹനത്തയുടെ അടുത്ത്. പക്ഷേ റഹനത്ത ആ ഒരു ഇതിൽ നിന്ന് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ആൻഡ്രിയ ഇതേ സ്ഥലമായിരുന്നു അത്. അന്ന് ആൻഡ്രിയക്ക് ഞാൻ ഫുൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് സത്യം ആൻഡ്രിയ ചില ഇടങ്ങളിലൊക്കെ മോളത് പാടിയ സ്ഥലത്ത് എനിക്കൊക്കെ ആൻഡ്രിയ കേട്ടോ വന്നത്. എനിക്ക് അന്ന് ആൻഡ്രിയ ഇട്ട ഡ്രസ്സ് പോലും എൻ്റെ എന്താ പറയുക, എൻ്റെ കണ്ണിലൂടെ അങ്ങനെ പോയി അത്രയും അസാധ്യമായിട്ട് പാടും ആൻഡ്രിയ ഈ സോങ്. നമ്മളന്ന് എല്ലാവരും അന്ന് ഫുൾ മാർക്ക് കൊടുത്തതായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ പാട്ട് പാടി തുടങ്ങി ഇപ്പോഴും പുണ്യയുടെ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പുണ്യയുടെ ആ മുഖത്തുനിന്ന് ഒരു വെളിച്ചം അങ്ങ് പോയിട്ടില്ല. സത്യ നേരത്തെ ഇവിടെ നേരത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞില്ലേ, നേരത്തെ ബഷീർ കുറച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് മോൾ ഈ പാട്ടങ്ങ് തുടങ്ങി, എന്തോ മോൾക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു വെളിച്ചം അങ്ങനെ നിൽക്കുന്നുണ്ട് മോളെ. അത് ആ പാട്ട് പാടിയിട്ട് തെളിയാന്ന് പറയില്ലേ മുഖത്ത്, അത്രയൊരു പ്രകാശം എന്നൊക്കെ നമ്മൾ പറയും മോളെ. എനിക്ക് അങ്ങനെ എത്രയും നേരം ഞാൻ അതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സോങ്ങിൻ്റെ ഒരു എനർജി അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അതാണ് അതിനകത്ത് അങ്ങനെ പറയണേ. പിന്നെ എന്തൊരു സപ്പോർട്ടാണ് ചെയ്തതെന്ന് അറിയാം ഇവരൊക്കെ. ഫസ്റ്റ് തന്നെ അഷഫ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഓർക്കസ്ട്രയുടെ ഭാഗത്തു നിന്നൊക്കെ മോൾക്ക് അത്രയ്ക്കും എടുത്തു പറയണം. അക്ബറും പൊന്നും ഒക്കെ കാസർഗോഡ് ആ ശരിക്കും, കാരണം മോളും അവരായിട്ട് തമ്മിൽ അത്രയും അല്ലേ ആ അള്ളാഹുവിൻ്റെ കട്ടിലെ എല്ലാ സ്ഥലത്തും ഇവർ നന്നായിട്ട് വേണം. അപ്പോൾ മൊത്തം നമ്മൾ എടുത്തന്നെ എല്ലാവരും പറയണം. അത്രയ്ക്ക് തന്നെ മോൾ നന്നായിട്ട് എഫേർട്ട് എടുത്തതിൻ്റെ നല്ല റിസൾട്ട് തന്നെ അവിടെ. താങ്ക് യു റഹ്നത്ത, താങ്ക് യു സോ മച്ച്. സജ്ല, ബഷീർക്ക് പറഞ്ഞില്ലേ നമ്മളുടെ കുട്ടികളുടെ പാട്ടുകളിലൂടെ നമുക്ക് ദൈവത്തിനെ പോലും കാണാൻ പറ്റുന്നല്ലേ, അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് പുണ്യയുടെ ഈ ഒരു സിംഗിങ്. കറക്റ്റ് നോക്കിയിട്ട് ബഷീർക്ക് ആ വാക്കുകൾ പറഞ്ഞു തീർന്ന് പിന്നീട് വന്നത് പുണ്യാണ് പാടാൻ. കറക്റ്റ് ആ ഒരു പറഞ്ഞത് ഫലിച്ചു അല്ലേ. ശരിക്കും ഞങ്ങൾക്ക് ആ ഒരു ഫീലാണ്, ദൈവത്തിനെ പോലും കണ്ടുപോകും. അത്രക്കും പവറായിരുന്നു മോളെ സിംഗിങ്ങിൽ. ഭയങ്കര ഒരു ആത്മവിശ്വാസം മോക്ക് വരുമ്പോഴേ ഉണ്ടായിരുന്നു മോളുടെ ആ മുഖത്തും. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ നമുക്ക് ഇത്രയ്ക്കും ധൈര്യത്തോടെ പാടാൻ പറ്റുള്ളൂ അല്ലേ. ഞെട്ടിച്ചു ശരിക്കും പറഞ്ഞ പുണ്യ. താങ്ക് യു സോ മച്ച് സജ്ല ആൻഡ് ഓൾ ജഡ്ജസ്. അങ്ങനെ ജഡ്ജസിന്റെ കമന്റ്സ് ഒരു കണ്ണ് പറ്റാതിരിക്കാൻ പോലും ഒരു നെഗറ്റീവ് അവർ പറഞ്ഞിട്ടില്ല, ഫുൾ പോസിറ്റീവ്. ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഏതായാലും ഇനി നമുക്ക് മാർക്സിലേക്കാണ് കിടക്കേണ്ടത്. വളരെ അഭിമാനപൂർവ്വം കുട്ടിപ്പട്ടുറുമാലിൽ നമ്മൾ പുണ്യയുടെ മാർക്സ് നമ്മുടെ ജഡ്ജിങ് പാനലിനോട് ചോദിക്കുകയാണ്. ആദ്യം റഹ്നത്ത, ഔട്ട് ഓഫ് 40 ഫുൾ മാർക്ക് തരണം. 40 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക, ഞാൻ 41 പറ്റുമായിരുന്നെങ്കിൽ കൊടുക്കുമായിരുന്നു, നിവൃത്തിയില്ല. ഒരു 0.5 അനുവദിക്കില്ല, അല്ലെങ്കിൽ 40.5 കൊടുക്കുമായിരുന്നു. 40 ഔട്ട് ഓഫ് 40. Again 40 out of 40. Sajla, out of 20. 20 out of 20. അങ്ങനെ പുണ്യക്കുട്ടി ഹാപ്പി. കൺഗ്രാറ്റ്സ്. പുണ്യ ശരിക്കും ഡിസേർവ് ചെയ്യുന്ന ഒരു മാർക്ക് തന്നെയാണ്. ടോട്ടൽ സ്കോർ 100 out of 100. അപ്പോൾ ഇതെല്ലാം പുണ്യ ഈ ഒരു ടീം സ്പിരിറ്റോട് കൂടി വീണ്ടും എത്തുക. ആൻഡ്
മുകളിലേക്ക് തന്നെ നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരിക്കലും ഇനി താഴേക്ക് വരരുത്. ഇപ്പം അത്രയും എക്സ്പെക്ട് ചെയ്യേണ്ട നമ്മുടെ പ്രേക്ഷകരും ജഡ്ജസും എല്ലാവരും. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ് ടു. ഏതായാലും പുണ്യയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ ഒരു ഹൈ സ്കോറിംഗ് പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നറിയാം. ഏതായാലും നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻസ് കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അടുത്തതായിട്ട് ദാസേട്ടൻ്റെ ഒരു ഗാനവുമായി വരാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും അക്ഷയ് കുമാർ. അക്ഷയ് ചേച്ചി, ദാസേട്ടൻ്റെ പാട്ട് പാടാനാണ് മോൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് സോങ്ങാ പാടാൻ പോണേ? ഇരുകരവും നീട്ടി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നല്ലപോലെ പാടും കേട്ടോ. നന്നായി പ്രാർത്ഥിച്ചിട്ടല്ലേ കയറിയത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇരുകരവും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണ തരാൻ യാചിച്ച് തേടുകയാണ്. ഇഹപരവും സൗഭാഗ്യം അരുളിടുന്ന റാഹീമേ, ഉരുകിടുമീ കൽഭകം കുളിർച്ചൊരിയേണേ, ഉരുകിടുമീ കൽഭകം കുളിർച്ചൊരിയേണേ. ഇരുകരവും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണ തരാൻ യാചിച്ച് തേടുകയാണ്. തുള്ളിപ്പുളച്ച് മതിച്ചാടി ദുനിയാവിൽ കാലം കഴിച്ചോനാണേ, ഏറെ നോമ്പും നിസ്കാരവും വെടിഞ്ഞോനാണേ. ദുരമൂത്ത് തുള്ളിപ്പുളച്ച് മതിച്ചാടി ദുനിയാവിൽ കാലം കഴിച്ചോനാണേ, ഏറെ നോമ്പും നിസ്കാരവും വെടിഞ്ഞോനാണേ. ഇരുകരവും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണ തരാൻ യാചിച്ച് തേടുകയാണ്. ഇഹപരവും സൗഭാഗ്യം അരുളിടുന്ന റാഹീമേ, ഉരുകിടുമീ കൽഭകം കുളിർച്ചൊരിയേണേ, ഉരുകിടുമീ കൽഭകം കുളിർച്ചൊരിയേണേ. ഇരുകരവും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണ തരാൻ യാചിച്ച് തേടുകയാണ്. കൊട്ടാരക്കെട്ടിലുറങ്ങുമ്പം ഖബറെന്ന വീട് മറന്നോനാണേ, ഹക്ക് വിട്ടേറെ ദൂരം നടന്നോനാണേ. അഴകേറും കൊട്ടാരക്കെട്ടിലുറങ്ങുമ്പം ഖബറെന്ന വീട് മറന്നോനാണേ, ഹക്ക് വിട്ടേറെ ദൂരം നടന്നോനാണേ. മുഞ്ചുള്ള കാറിൽ സവാരി ചെയ്യും നേരം മയ്യത്ത് കട്ടിൽ മറന്നോനാണേ, റബ്ബേ മരണത്തെയോ കാത്ത പാപി ഞാനേ. ഇരുകരവും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണ തരാൻ യാചിച്ച് തേടുകയാണ്. ഇഹപരവും സൗഭാഗ്യം അരുളിടുന്ന റാഹീമേ, ഉരുകിടുമീ കൽഭകം കുളിർച്ചൊരിയേണേ, ഉരുകിടുമീ കൽഭകം കുളിർച്ചൊരിയേണേ.
അക്ഷയ് ചേച്ചി അങ്ങനെ ദാസേട്ടന്റെ പാട്ട് പാടിക്കഴിഞ്ഞാൽ എന്ത് തോന്നി? അറിയില്ല. അതെന്താ ഒന്നും തോന്നാത്തെ? ഒന്നും തോന്നിയില്ല അല്ലേ? ശരി, ജഡ്ജസിന്റെ അടുത്ത് എന്തെങ്കിലും തോന്നിയെന്ന് ചോദിക്കാം. റഹനത്ത. അക്ഷയ്, ദാസേട്ടൻ്റെ നല്ലൊരു പാട്ട് കേട്ടോ. മോനത് നന്നായിട്ട് തന്നെ ഫീല് ചെയ്ത് പാടാൻ പറ്റുന്നൊരു പാട്ടാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മോൻ്റെ വോയിസിലൊരു ഫീലുണ്ട് എന്നുള്ളത്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അർജൻറ്റായിട്ട് തന്നെ ബേസ് പ്രാക്ടീസ് ചെയ്യണം. അർജൻറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത് മനസ്സിലായോ? അർജൻറ്റായിട്ടെന്ന് പറയാൻ കാരണം എന്താ? അടുത്ത സ്റ്റേജ് ഇനി എന്താണ്? അപ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്യുന്നെ വേണം. കാരണം അങ്ങനെയുള്ള നോട്ട്സ് വരുമ്പോൾ ക്ലിയർ ആവുന്നില്ല കേട്ടോ. അതിനി അക്ഷയിന് അത് ഒന്ന് വരുമ്പോൾ ഒന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. മൊത്തത്തിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ലൊരു പാട്ട്, നന്നായിട്ട് പാടി. താങ്ക് യു റഹനത്ത. സജില. ഈ പാട്ടിൽ മെയിൻ നമ്മളൊരു ഫീലാണല്ലേ കിട്ടേണ്ടത്. അത് ഓൾറെഡി മോൻ്റെ വോയിസിൽ ഒരു ഫീൽ ഉള്ളത് കൊണ്ട് ഈ പാട്ട് നന്നായിട്ട് തന്നെ തോന്നി. പിന്നെ വലിയ ഭയങ്കര ടഫായിട്ടുള്ള സോങ് ഒന്നുമല്ല. കാരണം ടഫ് എന്ന് ഉദ്ദേശിച്ചത് അതിൽ കുറേ ഭയങ്കര പ്ലാൻസ് പാടുന്ന അത്രക്കും ടഫുള്ള സോങ് ഒന്നുമല്ല. ചില സ്ഥലത്തൊക്കെ ഉള്ളു ആ ഒരു ചെറിയ ചെറിയ ടച്ചസ് ഒക്കെ വരുന്നത്. അത് മെയിനായിട്ട് പല്ലവിയിലെ നീട്ടി ഞാൻ അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് മറ്റോ ഒന്ന് കുറച്ച് ക്ലിയർ ആയിട്ട് പാടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും എനിക്ക് തെറിച്ചു പോയ പോലെ ഫീൽ ചെയ്തത്. പിന്നെ ബ്രീത്തൊക്കെ എടുക്കുന്ന സ്ഥലമൊക്കെ കറക്റ്റ് മോൻ മനസ്സിലാക്കിയിട്ട് എടുത്ത് പാടുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു വോയിസിൻ്റെ കാര്യം അത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ മാറ്റാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജില. ഫിറോസിക്ക. അക്ഷയ് നന്നായി പാടി കേട്ടോ. ഈ പാട്ടിന് ഇത്രയുമേ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ ഇത്രയുമേ ഈ പാട്ടിൽ നമുക്ക് കാണിക്കാനുള്ളൂ എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ ഒരു സംഗതി. പിന്നെ ഇതിൽ തേട്ടമാണ് പ്രധാനം. തേട്ടം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് പ്രധാനം. അപ്പോൾ അതിൻ്റെ വരികൾക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? വരികളിലൂടെയാണല്ലോ നമ്മൾ ആ മെസ്സേജ് കൊടുക്കുന്നത്. വരികൾക്ക് ഈണമിണങ്ങി ആലാപനം ഭംഗിയാവുമ്പോഴാണ് കൃത്യമായ ഒരു പാട്ടിൻ്റെ മെസ്സേജ് ഒരു പ്രേക്ഷകന് കേൾവിക്കാരന് കിട്ടുന്നത് അല്ലേ? ആ അർത്ഥത്തിൽ മോൻ ഇതിൻ്റെ മെസ്സേജ് ഉള്ളത് കൊണ്ട് അതിലുള്ള ചെറിയ സംഗതി. പിന്നെ മിസ്സിങ് വന്നൊരു സ്ഥലം, അത് സെമി ഫൈനലിൻ്റെ ഗൗരവത്തിൽ പറയുമ്പോൾ ആ ഞാൻ തുടക്കമൊക്കെ പാടി, പിന്നെ ഇങ്ങനെ അവസാനത്തിലേക്ക് പോകുന്തോറും ആ ഞാൻ ഇങ്ങനെ മിസ്സായി ഞാൻ മാത്രം അങ്ങനെ വന്നു കേട്ടോ. ആ ഞാനിലെ പ്ലാന് കുറച്ച് മിസ്സിങ് വന്നതാണ്, ചെറിയ മിസ്സിങ്. മോനത് പാടുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഒരു ഒടിയല്ലേ അല്ലേ? അതിൻ്റെ ഒരു പ്രയാസം ഉള്ളത് കൊണ്ട് ആ ഒരു മിസ്. ബാക്കിയൊക്കെ പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അക്ഷയ്, കവാലിയിൽ 99 ആയിരുന്നില്ലേ? എത്രയായിരുന്നു? 97 ആയിരുന്നു. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് എത്ര മാർക്സ് ആണെന്നുള്ളത് ചോദിച്ചു നോക്കാം. ആദ്യം റഹനത്ത. 38.5 ആണ് ഔട്ട് ഓഫ് 40. ഫിറോസിക്ക ഔട്ട് ഓഫ് 40. അക്ഷയ്ക്ക് 39 out of 40. Then Sajla out of 20. 18.5 out of 20. അങ്ങനെ ടോട്ടൽ സ്കോർ 96 out of 100. ഇതെല്ലാം മൂന്നും നമുക്ക് വീണ്ടും കാണാം. ഇനി 2 റൗണ്ടും പാടിക്കഴിഞ്ഞു. അപ്പോൾ ബാക്കി നമുക്കിനി കണ്ടറിയാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഏതായാലും ഇനി നമ്മുടെ കുട്ടിപ്പട്ടുമാൽ നിങ്ങൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ ആസ്വദിക്കാൻ പോകുന്നത് ഒരു കവാലിയാണ്. ആൻഡ് ഈ കവാലി നമുക്കായി പാടിത്തരുന്നത് നമ്മുടെ റിഫ മോളാണ്. റിഫ, ഇതൊക്കെയാണ്, സുഖാണോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കോസ്റ്റ്യൂമിലൊക്കെ. അപ്പൊ എന്താ അങ്ങനെ ഡീപ് ബ്രെത്ത് ഒക്കെ എടുക്കണേ? കവാലി പാടാൻ പോണേക്കാളും മുന്നോടിയായിട്ടാണോ? അതെ, ഓക്കെ. നല്ല സുന്ദരി കുട്ടിയായിട്ട് കവാലിയൊക്കെ പാടൂ. ഏത് പാട്ടാ പാടാൻ പോണേ? മാനത്തുദിക്കാതെ പൊന്നമ്പി. ഓക്കെ, അപ്പൊ ഏതായാലും നല്ല പൊന്നമ്പിളി കുട്ടിയായിട്ട് പാടൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മോളെ മോളെ മാനത്തുദിക്കാതെ പൊന്നമ്മിളി ഇന്ന് മാറിയുദിച്ചോ കവിളക്കിളി മാണിക്യച്ചെപ്പ് തിരുങ്ങും പോലെ മാതളപ്പെണ്ണ് ചിരിക്കുന്നേടി മാനത്തുദിക്കാതെ പൊന്നമ്മിളി ഇന്ന് മാറിയുദിച്ചോ കവിളക്കിളി മാണിക്യച്ചെപ്പ് തിരുങ്ങും പോലെ മാതളപ്പെണ്ണ് ചിരിക്കുന്നേടി മാനത്തുദിക്കാതെ പൊന്നമ്മിളി. റിഫ, ചേച്ചി അങ്ങനെ ഖവാലി പാടിക്കഴിഞ്ഞല്ലേ? എന്ത് തോന്നി പാടിക്കഴിഞ്ഞപ്പോ? കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ തോന്നി. നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. സച്ചില, റിഫക്കുട്ടി ഇതാ ശ്വാസമൊക്കെ വിട്ടല്ലോ പാടി കഴിഞ്ഞപ്പോൾ. വലിയൊരു നെടുവീർപ്പൊക്കെ അങ്ങ് വിട്ടു. നല്ല വൃത്തിയായിട്ട് പാടി കേട്ടോ. ഒരു നമ്മുടെ ഖവാലിയിൽ കുറേ ടൈപ്പ് ഉണ്ടാവല്ലോ. ഇതൊരു കല്യാണ മൂഡാണ് അല്ലേ ഫിറോസ്ക? ആ ഒരു സ്റ്റൈലുള്ള ഖവാലിയായിരുന്നു. ആ സ്റ്റൈലിൽ തന്നെ മോള് പാടി. ഇതിൽ മാക്സിമം ഒന്നും മോൾക്ക് അങ്ങനെ പാടാൻ കഴിയില്ല. പിന്നെ നമ്മളുടെ അക്ഷയ് ഈ ഖവാലി റൗണ്ടിൽ പാടാൻ വരുമ്പോൾ ഉണ്ടായ അതേ ഒരു ഡൗട്ട് തന്നെയാണ് എനിക്ക് മോള് പാടാൻ വരുമ്പോൾ എന്ന് തോന്നിയത്. മോളുടെ വോയിസും അങ്ങനത്തേതാണല്ലോ. അപ്പോൾ ഖവാലി പാടാൻ പറ്റുമോ മോൾക്ക് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നന്നായി പാടി മോള് കേട്ടോ. പിന്നെ കുറേ ആലാപ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞ പോലെ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു ഖവാലി സ്റ്റൈലൊക്കെ മോള് കൊണ്ടുവന്നു. മോളുടെ പരിമിതിക്കുള്ളിൽ വെച്ചിട്ട് മോള് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു കേട്ടോ. പിന്നെ മോളുടെ ആ പാട്ടിൽ ഇവിടെ വലിയൊരു ഗ്രൂപ്പ് ഡാൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. ആരാ? യുംന, ശ്രീലക്ഷ്മി, മെഹറിൻ, പിന്നെ നമ്മൾ കൊച്ചു സുന്ദരിക്കുട്ടി. നല്ല ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. കണ്ടില്ല എല്ലാവരും? ഓക്കെ, താങ്ക് യു സച്ചില. ഫിറോസിക്ക, ഞെട്ടിച്ചളഞ്ഞു, ഞെട്ടിച്ചു. ഉഷാറായി പാടി കേട്ടോ. ഭയങ്കര രാഗം ബേസ്ഡായ ഒരു പാട്ടാണ് അത്. മോൾ അങ്ങനെ പാടിയപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി എനിക്ക് സത്യത്തിൽ. അല്ലേ? മോൾക്കറിയാം രാഗത്തിൻ്റെ പേര്? ചെറുതായിട്ടൊക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എന്താ? കേദാർ. കേദാർ രാഗത്തിൽ കുറേ പാട്ടുകളുണ്ട്. ദേവരാജൻ മാഷിലെ ബാബുക്കടൊക്കെ കുറേ പാട്ടുകളുണ്ട്. എന്തിനീ ചിലങ്കകൾ കേട്ടില്ലേ? എന്തിനീ കൈവളകൾ, എൻ പ്രിയനെന്നരികിൽ വരില്ല എങ്കിൽ കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താണെന്നു കരുതി വിലപേശാനോടി വന്ന വഴിയാത്രക്കാരാ, വഴിയാത്രക്കാരാ. ഇതൊക്കെ ഇതായിട്ടുള്ളത്. അപ്പോൾ ഖവാലി റൗണ്ടിൽ എല്ലാ കളറും കൊണ്ടുവരാം. ഖവാലിക്ക് ഭക്തി അപ്ലിക്കബിളാണ്, കല്യാണം അപ്ലിക്കബിളാണ്, എല്ലാം നമുക്കതിൽ കൊണ്ടുവരാം. എല്ലാ വിഷയങ്ങളും ഗസലിലും കൊണ്ടുവരാം. അപ്പോൾ ഖവാലിയിലെ ഒരു കല്യാണ പാട്ടാണ് മോള് പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച് ഫിറോസിക്ക. എന്താ റിഫ, ഇതാ നല്ലൊരു പാട്ട്. ഖവാലിക്ക് നല്ല, ഇപ്പോൾ പറഞ്ഞില്ലേ നേരത്തെ ഇവിടെ കല്യാണ പാട്ടുകളും ആ ഇതിലുള്ള ഖവാലികളും എടുക്കാമെന്നുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ ഇവർ സംസാരിച്ചത്. അപ്പം അതിൽ നല്ലൊരു പാട്ട്. മോളുടെ ആ ഒരു വോയിസിനൊക്കെ നന്നായിട്ട് തന്നെ, മോളുടെ ആ സെലക്ഷൻ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടോ മോളെ. പിന്നെ ഇപ്പം ഈ കണക്ഷൻ അതൊക്കെ കുറച്ച് ഞാൻ പാടിയതുകൊണ്ട് എനിക്കറിയാം ഇതിൽ കുറച്ച് ഭാഗങ്ങളുണ്ട് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ മോൾ അത് കണക്ട് ചെയ്തിട്ടൊക്കെ പാടിയെന്നൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ പാടി. പിന്നെ അതിൽ വരുന്ന സംഗതികൾ നല്ല ക്ലീനായിരുന്നു. പിന്നെ ആ കുഞ്ഞു വോയിസിൽ പോലും ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം നല്ല ക്ലാരിറ്റി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ ഇനി ഇവർ പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നന്നായിട്ട് തന്നെ മോള് പാടി. പിന്നെ എല്ലാവിധ സപ്പോർട്ടും. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ തബല സെക്ഷനാണ്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും കൂടി ഒന്ന് അത് കേൾക്കണം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ രഹനയെ ഏറ്റുപിടിക്കുന്നു. ഞങ്ങൾക്ക് ആ അവസാനത്തെ ഭാഗം മാത്രം. ഇറങ്ങിടുവാൻ മരം കൊതിക്കണ നേരം വന്നേ. മരനെ
പൂതള ചുണ്ടനക്കി മാപ്പിള പാട്ടൊന്ന് പാടുമോളെ മാണിക്യ തങ്ക പതക്കം കെട്ടി മാപ്പിള വിടകം പോകുമോളെ പോകുമോളെ. അടിപൊളി. താങ്ക് യു ഓൾ ജഡ്ജസ്. അപ്പോൾ ഇതെല്ലാം ഇനി മാർക്സിലേക്ക് നമുക്ക് കിടക്കാം. റിഫ മോൾക്ക് ഖവാലി കഴിഞ്ഞപ്പോൾ എത്ര മാർക്സ് ആണ് റഹ്നത്ത് ഔട്ട് ഓഫ് 40? 39.5. 39.5. രഹനത്തയുടെ ഉള്ളിൽ ഇത്രയും നല്ലൊരു കലാകാരി ഉണ്ടെന്ന് നമ്മൾ ഇപ്പോൾ അറിഞ്ഞു കേട്ടോ. അങ്ങനെയല്ല ലക്ഷ്മി, ഞാനിങ്ങനെ ചെറിയ കുട്ടികളെ വോയിസിൽ സംസാരിക്കാം. 39.5 out of 40. ഫിറോസിക്ക 39.5. again 39.5 out of 40. സജ്ല ഞാൻ റിഫയ്ക്ക് 19. ഓക്കെ 19 out of 20. അങ്ങനെ ടോട്ടൽ സ്കോർ 98 out of 100. പറഞ്ഞോളൂ. കഴിഞ്ഞ റൗണ്ടിലിട്ട ഒരു ഡ്രസ്സും പിന്നെ ക്വാർട്ടർ ഫൈനലിട്ട ഒരു ഡ്രസ്സും ഞങ്ങളെ നാട്ടിലെ അക്ഷയ സെൻ്ററിൽ നിന്ന് പറഞ്ഞെടുത്ത ലൈലത്ത എന്ന് പറഞ്ഞിട്ട് താത്ത എടുത്തതാണ് ഡ്രസ്സ്. അതെ അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും ലൈലത്ത ഒത്തിരി താങ്ക്സ് കേട്ടോ. നമ്മുടെ കുട്ടിപ്പട്ടർമാരിൽ ഓരോ കുട്ടീസിനെ ഇത്ര നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണതിന്, എസ്പെഷ്യലി നമ്മുടെ റിഫ കുട്ടി. ഇനിയും ഇതുപോലുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മോളു, ഇനി നമുക്ക് ഇപ്പോൾ 2 റൗണ്ട് പാടിക്കഴിഞ്ഞില്ലേ ദർബാർ കാറ്റഗറിയിൽ? ബാക്കി നമുക്കിനി കണ്ടറിയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞത് സംഗീതം ഒരു പ്രാർത്ഥനയാണെന്നുള്ളത്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ഈ പ്രാർത്ഥനാ നിർഭരമായ എപ്പിസോഡിൽ ശരിക്കും ഞാൻ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? കാരണം അതിന് ശുദ്ധമായ സംഗീതം മാത്രം മതി. അല്ലാഹു 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 അല്ലാഹു